ഹലോ ഫ്രണ്ട്സ്, ബാന്ദ്ര എന്ന സിനിമയുടെ OTT വരാനായി നമ്മൾ കുറേ വർഷങ്ങളായി കാത്തിരിക്കുന്നു. 2023 ഇറങ്ങിയ സിനിമ ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് 2 വർഷങ്ങൾ കഴിയാനായിട്ടുണ്ട്. എന്നിട്ട് പോലും ബാന്ദ്ര എന്ന സിനിമയുടെ OTT റിലീസ് ഇതുവരെ വന്നിട്ടില്ല. ഇനി ബാന്ദ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി OTTക്ക് വേണ്ടി കാത്തിരിക്കണോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേട്ടോളൂ. ബാന്ദ്ര എന്ന സിനിമയ്ക്ക് നിങ്ങൾ ഇനി ആകാംക്ഷയോടെ OTTയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്ന് പറയട്ടെ. കാരണം 2 വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ OTT റൈറ്റ്സ് ഒന്നും തന്നെ വിറ്റ് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ടെലിഗ്രാമിൽ നിന്ന് ബാന്ദ്ര എന്ന സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ സിനിമയുടെ തിയേറ്റർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. OTTയിൽ വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ദിലീപിന്റെ തങ്കമണി എന്ന സിനിമയും ഇതേപോലെ തന്നെ OTTയിൽ വരാതെ കുറേ നാളായി തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ പ്രശ്നവും ഇതൊക്കെ തന്നെയാണ്. OTTയിൽ വരുമെന്ന് യാതൊരു എത്തും പിടിയുമില്ല. ഇങ്ങനത്തെ ഈ സിനിമകളൊക്കെ പരാജയപ്പെട്ടത് കൊണ്ടാണ്, അതായത് ബാന്ദ്രയും തങ്കമണിയൊക്കെ വലിയ രീതിയിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ സിനിമകളുടെ OTT അവകാശങ്ങളൊന്നും തന്നെ വിറ്റ് പോകാത്തത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമകൾ OTTക്കാർ മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും തങ്കമണി എന്ന സിനിമ OTTയിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും നിരാശകരമായ വാർത്തയാണ്. തങ്കമണിയും ബാന്ദ്രയും OTTയിൽ വരില്ല എന്ന് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം സിനിമകൾ ഇത്രയും വർഷങ്ങൾ 2 വർഷങ്ങൾക്കായി. ഇനി ഈ സിനിമ വന്നിട്ടില്ലെങ്കിൽ ഈ സിനിമയെ മലയാളികൾ മറക്കുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.